ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. ഈ പോസ്റ്റ് ട്രൂത്ത് എറ അഥവാ സത്യാനന്തര കാലത്ത് മാധ്യമങ്ങൾ സ്വതന്ത്രരാണോ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയില്ലാതായിരിക്കുന്നു. പക്ഷേ ലോകമെമ്പാടും മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന യുദ്ധത്തെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. മൂന്ന് പതിറ്റാണ്ടിലെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം മാധ്യമ പ്രവർത്തകരെ കൊല ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു എന്ന വസ്തുത എത്ര പേർക്കറിയാം? 2024 കൊല്ലപ്പെട്ടത് 124 മാധ്യമ പ്രവർത്തകർ. അവരിൽ 2/3 ഭാഗവും ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഇസ്രായേൽ സൈന്യം കൊല ചെയ്തവർ. ഫലസ്തീനിൽ മാത്രമല്ല, തങ്ങളുടെ തൊഴിൽ ചെയ്യുന്നതിനിടെ സുഡാനിലും മെക്സിക്കോയിലും സിറിയയിലും ഇറാനിലും ഒക്കെയായി നൂറുകണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. പോരാതെ തടവറയിലും അല്ലാതെയും ചൂഷണത്തിനിരയായവരുടെ കണക്കുകൾ വേറെ. ഓൺലൈനിലെ ചൂഷണം മറുഭാഗത്ത്. യുഎസിലാകട്ടെ മാധ്യമപ്രവർത്തകരെ ട്രംപ് തന്റെ ആദ്യ ടേമിൽ അഭിസംബോധന ചെയ്തത് ജനങ്ങളുടെ ശത്രുക്കളെന്നാണ്. എന്നാൽ ഇപ്പോൾ ചില മുൻനിര മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ കേസുകൾ ഫയൽ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് നേരെ ഫെഡറൽ അന്വേഷണങ്ങൾക്കും ഉത്തരവിടുന്നു. നീല നിറത്തിൽ പ്രസ് എന്നെഴുതിയ ചട്ട പണ്ട് നൽകിയിരുന്നത് സംരക്ഷണമായിരുന്നുവെങ്കിൽ ഇന്നത് ജീവന് നേരെയുള്ള ഭീഷണിയായി മാറി. ലോകത്ത് മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും അപകടം പിടിച്ച ഇടം ഫലസ്തീൻ എന്ന് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഫലസ്തീൻ ഉള്ളത് 163 സ്ഥാനത്താണ്. അമേരിക്ക 57 സ്ഥാനത്തായപ്പോൾ മാധ്യമങ്ങൾ പഴിച്ചതും ട്രംപിനെ തന്നെ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇസ്രായേലിന്റേത് 112 സ്ഥാനമാണ്. ഇസ്രായേലിന്റെ ക്രൂരതകളെക്കുറിച്ച് എഴുതിയ ഇസ്രായേലി പത്രം ഹാരറ്റ്സ് നേരിടേണ്ടി വന്ന വെല്ലുവിളികളും എടുത്തു പറയേണ്ടതാണ്. ഹാരറ്റ്സ് ബഹിഷ്കരിക്കാൻ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തോട് ഇസ്രായേൽ ഭരണകൂടം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ 2014 ശേഷം ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് പറയുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ രാജ്യദ്രോഹ കുറ്റവും UAPAയും അറസ്റ്റും അടിച്ചേൽപ്പിക്കുമ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സിലും ഇന്ത്യ പിന്നോട്ടെത്തി. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 151 സ്ഥാനം മാത്രം. ഇതിനൊക്കെ ഇടയിലും തെരഞ്ഞെടുത്ത തൊഴിലിനോടുള്ള അഭിനിവേശം കാരണം മാത്രം ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലും തങ്ങൾക്കാവുന്ന രീതിയിൽ അനീതി ചൂണ്ടിക്കാട്ടുന്ന ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ ഈ ദിനത്തിൽ ഓർമ്മിക്കപ്പെടുക തന്നെ വേണം.